ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC പരീക്ഷയിലെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പദ്ധതികൾ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ധീരം എന്ന് പറയുന്ന പദ്ധതിയാണ്. വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് ധീരം എന്ന പദ്ധതി. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു പദ്ധതി പ്രധാനമായിട്ടും നടപ്പിലാക്കുന്നത്. സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടാണ് ധീരം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഈ ഒരു പദ്ധതി ആരെല്ലാം ചേർന്നിട്ടാണ് നടപ്പിലാക്കുന്നതെന്നാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ചേർന്നിട്ടാണ്. കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ചേർന്നിട്ടാണ് ധീരം എന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ധീരം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കാൻ നേതൃത്വം നൽകുന്നത് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ചേർന്നിട്ടാണ്. കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ചേർന്നിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആയോധന കലകളിലൂടെ സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നതിനൊപ്പം സംരംഭ മാതൃകയിൽ കരാട്ടെ, ജിം തുടങ്ങിയ കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനും ഈ പദ്ധതി സഹായകമാകുന്നു എന്ന കാര്യം ഇതിനോടൊപ്പം ഒന്ന് ഓർത്തിരിക്കുക. ആയോധന കലകളിലൂടെ സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നതിനോടൊപ്പം സംരംഭ മാതൃകയിൽ കരാട്ടെ, ജിം തുടങ്ങിയ കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനും ഈ പദ്ധതി സഹായകമാകുന്നു എന്ന പോയിന്റ് ഓർത്തിരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമാണ് ധീരം എന്ന് പറയുന്ന പദ്ധതി. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പദ്ധതി കൂടിയാണ് ധീരം എന്ന് പറയുന്ന പദ്ധതി. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും മനസ്സിലാക്കി വെക്കുക. ഞാനിവിടെ പരിചയപ്പെടുത്തിയത് ധീരം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ധീരം എന്ന് പറയുന്ന പദ്ധതി. ആയോധന കലകളിലൂടെ സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നതിനോടൊപ്പം സംരംഭ മാതൃകയിൽ കരാട്ടെ, ജിം തുടങ്ങിയ കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനും ഈ പദ്ധതി സഹായമാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമാണ് ധീരം എന്ന് പറയുന്ന പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അനന്യം എന്ന് പറയുന്ന പദ്ധതിയാണ്. അനന്യം എന്ന് പറയുന്ന പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ്. ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ഒരു പദ്ധതി നൽകിയിട്ട് മാച്ച് ദ ഫോളോയിങ് എന്ന രൂപത്തിൽ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ ആയിരിക്കും ഇപ്പുറത്ത് കൊടുക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടെന്താണ് അനന്യം എന്ന് പറയുന്ന പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അനന്യം എന്ന് പറയുന്ന പദ്ധതി. സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മക പ്രായോഗിക ശേഷി എന്നിവ കണ്ടെത്തി. കലാപരമായിട്ടുള്ള അഭിരുചി, സർഗാത്മക പ്രായോഗിക ശേഷി എന്നിവ കണ്ടെത്തി അവർക്ക് എന്താണ് ആവശ്യമായ പിന്തുണയൊക്കെ നൽകിയിട്ട് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട അനന്യം എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അനന്യം എന്ന് പറയുന്ന പദ്ധതി? സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മക പ്രായോഗിക ശേഷി എന്നിവ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനന്യം എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹിക നീതി വകുപ്പാണ്. ആരാണ് നടപ്പിലാക്കുന്നത്? സാമൂഹിക നീതി വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായിട്ട് ട്രാൻസ്ജെൻഡർ കലാസംഘം രൂപീകരിക്കും. ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് രൂപീകരിക്കും? ട്രാൻസ്ജെൻഡർ കലാസംഘം രൂപീകരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ട്രാൻസ്ജെൻഡർ കലാസംഘം രൂപീകരിക്കും. ട്രാൻസ്ജെൻഡർ കലാസംഘം എന്താണ് രൂപീകരിക്കും എന്ന കാര്യം ഓർക്കുക. അപ്പൊ ട്രാൻസ്ജെൻഡർ കലാസംഘം ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് രൂപീകരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ പറഞ്ഞ എന്താണ്? സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മക പ്രായോഗിക ശേഷി എന്നിവ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് അനന്യം എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു
പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് എന്ത് രൂപീകരിക്കുമെന്ന് പറഞ്ഞു? ട്രാൻസ്ജെൻഡർ കലാസംഘം രൂപീകരിക്കുമെന്നും നമ്മളിവിടെ പരിചയപ്പെട്ടു. ട്രാൻസ്ജെൻഡർ കലാസംഘം രൂപീകരിക്കും. ഇനി അടുത്ത ഒരു പോയിന്റ്, ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ സംഘത്തിന് ആവശ്യമായ പരിശീലനം നൽകി സംസ്ഥാന സർക്കാർ പ്രാദേശിക സർക്കാർ നടത്തുന്ന ഫെസ്റ്റിവലുകൾ, എക്സിബിഷൻ, ഫെയർ, വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള അവസരം ഈ പദ്ധതിയിലൂടെ ഇവർക്ക് ഒരുക്കും. കലാപരമായ മികവ് പ്രകടിപ്പിക്കുന്നതിനും അവയുടെ ആസ്വാദനത്തിനും ലിംഗഭേദമില്ല എന്ന തിരിച്ചറിവും സന്ദേശവും സമൂഹത്തിന് നൽകുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത് അനന്യം എന്ന് പറയുന്ന പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മക, പ്രായോഗിക ശേഷി എന്നിവ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനന്യം എന്ന് പറയുന്ന പദ്ധതി. സാമൂഹ്യനീതി വകുപ്പാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡർ കലാസംഘം രൂപീകരിക്കും. ഇതിലൂടെ ഈ സംഘത്തിന് ആവശ്യമായ പരിശീലനമൊക്കെ നൽകിയിട്ട് സംസ്ഥാന സർക്കാരും പ്രാദേശിക സർക്കാരും ഒക്കെ നടത്തുന്ന ഫെസ്റ്റിവലുകൾ, എക്സിബിഷനുകൾ, ഫെയർ, വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയിലൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള അവസരം ഈ പദ്ധതിയിലൂടെ ട്രാൻസ്ജെൻഡറുകൾക്ക് എന്താണ് അവസരം നൽകും. ഇതിലൂടെ എന്താണ് കലാപരമായ മികവ് പ്രകടിപ്പിക്കുന്നതിനും അവയുടെ ആസ്വാദനത്തിനും ലിംഗഭേദമില്ല എന്ന തിരിച്ചറിവും സന്ദേശവും സമൂഹത്തിന് നൽകുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പദ്ധതിയിലേക്ക് വരാം. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാം തരം എന്ന് പറയുന്ന പദ്ധതിയാണ്. ഒന്നാം തരം എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്താണ് ഒന്നാം തരം പദ്ധതി എന്ന് പറഞ്ഞാൽ? ഒന്നാം ക്ലാസ് കുട്ടികളുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ കൈറ്റ് വിക്ടേഴ്സിൽ ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരമാണ് എന്ന് പറയുന്നത് ഒന്നാം തരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ഒന്നാം തരം എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ വിക്ടേഴ്സ് ചാനൽ ഉണ്ടല്ലോ, കൈറ്റിന്റെ വിക്ടേഴ്സ് ചാനൽ, വിക്ടേഴ്സ് ഇതിൽ ഒരുക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരമാണ് എന്തെന്ന് പറയുന്നത് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഒന്നാം തരം എന്ന് പറയുന്നത്. ഈ ഒന്നാം തരം എന്ന് പറയുന്ന ഈ ഒരു ഇതിലൂടെ ഒന്നാം ക്ലാസ് കുട്ടികളുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുക. ഒന്നാം ക്ലാസ് കുട്ടികളുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രോത്സാഹിപ്പിക്കുക. അപ്പോ ഒന്നാം ക്ലാസ് കുട്ടികളുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൈറ്റ് വിക്ടേഴ്സിൽ ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരമാണ് എന്തിൽ പേരിൽ അറിയപ്പെടുന്നത്? ഒന്നാം തരം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മളോട് പരിചയപ്പെട്ടത് ഒന്നാം തരം എന്നതാണ്. ഒന്നാം ക്ലാസ് കുട്ടികളുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ കൈറ്റ് വിക്ടേഴ്സിൽ ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരമാണ് ഏത്? ഒന്നാം തരം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നിടം എന്ന് പറയുന്ന പദ്ധതിയാണ്. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക ഉന്നമനത്തിന് സംസ്ഥാനത്തെ ഓരോ ADSലും സജ്ജമാക്കുന്ന പദ്ധതിയാണ് എന്നിടം എന്ന് പറയുന്ന പദ്ധതി. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് സംസ്ഥാനത്തെ ഓരോ ADSലും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? എന്നിടം എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് വാർഡ് തലത്തിലുള്ള ADS സംവിധാനത്തെ ശക്തിപ്പെടുത്തുക. ഒന്നാമത്തെ ലക്ഷ്യം നമ്മളോട് പരിചയപ്പെട്ടത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വാർഡ് തലത്തിലുള്ള ADS സംവിധാനത്തെ എന്താക്കുക? ശക്തിപ്പെടുത്തുക. കുടുംബശ്രീ അംഗങ്ങളിൽ സാംസ്കാരിക സാമൂഹിക അവബോധം സൃഷ്ടിക്കുക എന്നത് രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് എടുത്തു പറയുന്നു. നാടിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ പൊതുസമൂഹത്തിൽ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തൽ എന്നതും എന്താണ്? മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നു. ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമ്മൾ പറഞ്ഞത് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് സംസ്ഥാനത്തെ ഓരോ ADSലും സജ്ജമാക്കുന്ന പദ്ധതിയാണ് എന്നിടം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് സംസ്ഥാനത്തെ ഓരോ ADSലും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നിടം എന്ന് പറയുന്ന പദ്ധതി. ഇതിന്റെ 3 ലക്ഷ്യങ്ങളാണ് ഞാൻ പിന്നീട് പറഞ്ഞത്. ഒന്നാമത്തെ ലക്ഷ്യം വാർഡ് തലത്തിലുള്ള ADS സംവിധാനത്തെ ശക്തിപ്പെടുത്തുക. രണ്ടാമത്തെ ലക്ഷ്യം കുടുംബശ്രീ അംഗങ്ങളിൽ സാംസ്കാരിക സാമൂഹിക അവബോധം സൃഷ്ടിക്കുക. മൂന്നാമത്തെ ലക്ഷ്യം നാടിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം മെച്ചപ്പെടുത്തൽ, പൊതുസമൂഹത്തിൽ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തൽ. നാടിന്റെ
സൗഹാർദ്ദ അന്തരീക്ഷം മെച്ചപ്പെടുത്തൽ, പൊതു സമൂഹത്തിൽ മാനസികാരോഗ്യം ഉറപ്പുവരുത്തൽ. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരിക്കും? കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് സംസ്ഥാനത്തെ ഓരോ ADS-ലും സജ്ജമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരമായിട്ട് വരേണ്ടത് എന്നിടം എന്ന് പറയുന്ന പദ്ധതിയാണ്. പിന്നെ ഈ ഒരു പദ്ധതിയിലൂടെ വെക്കുന്ന 3 ലക്ഷ്യങ്ങളും നമ്മളിവിടെ പരിചയപ്പെട്ടു. നമ്മുടെ അടുത്ത പദ്ധതിയും പരീക്ഷയിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക, ഓർമ്മത്തോണി എന്നാണ് പദ്ധതിയുടെ പേര്. പദ്ധതിയുടെ പേരെന്താണ്? ഓർമ്മത്തോണി എന്നാണ് പദ്ധതിയുടെ പേര്. ഡിമെൻഷ്യ, അൽഷിമേഴ്സ്, രോഗബാധിതരായ വയോജനങ്ങൾക്കായിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, വയോജനങ്ങൾക്കായിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ, ആരാണ്? സാമൂഹ്യ സുരക്ഷാ മിഷനും മറ്റ് വകുപ്പുകളൊക്കെ ചേർന്നിട്ട്, സാമൂഹ്യ സുരക്ഷാ മിഷൻ മറ്റ് വകുപ്പുകളൊക്കെ ചേർന്നിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതി. ഡിമെൻഷ്യ സൗഹൃദ കേരളം, ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്നതാണ് ഈ പദ്ധതിയിലൂടെ ആവിഷ്കരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓർമ്മത്തോണി എന്ന പദ്ധതിയാണ് നമ്മൾ പഠിച്ചത്. ഡിമെൻഷ്യ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ അൽഷിമേഴ്സ് രോഗബാധിതരായ വയോജനങ്ങൾക്കായിട്ടാണ് ഈ ഒരു പദ്ധതി സാമൂഹ്യ സുരക്ഷാ മിഷനും മറ്റു വകുപ്പുകളൊക്കെ ചേർന്നിട്ട് നടപ്പിലാക്കുന്നത്. ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്നതാണ്. ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്നതാണ് പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഡിമെൻഷ്യ അൽഷിമേഴ്സ് രോഗബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ മറ്റു വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്നതാണ് പദ്ധതിയിലൂടെ ആവിഷ്കരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതിയാണ്. എത്രയോ പരീക്ഷകളിൽ റിപ്പീറ്റായി ചോദിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന പദ്ധതി. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ, പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അപ്പൊ ഈ ഒരു പദ്ധതിയുടെ ഉപയോക്താക്കൾ ആരെന്ന് വെച്ചാലോ ഈ പരിചരിക്കുന്നവരാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന, അതേപോലെ തന്നെ കിടപ്പ് രോഗികൾ, ഇവരെയൊക്കെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി. ആശ്വാസകിരണം പദ്ധതി എന്താണ്? ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആശ്വാസകിരണം എന്നാണ് പദ്ധതിയുടെ പേര്. നമ്മൾ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി. ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാള ഭാഷയും അതേപോലെ തന്നെ സംസ്കാരവും പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചതും സംസ്ഥാനത്തെ സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്നതുമായിട്ടുള്ള പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചു, സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്നതുമായിട്ടുള്ള പദ്ധതിയാണ് നമ്മുടെ ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി. ഹമാരി മലയാളം എന്ന പാഠാവലിയെ അടിസ്ഥാനമാക്കി ഭാഷ, സംസ്കാരം, ആരോഗ്യം, ശുചിത്വം എന്നിവയിൽ സാക്ഷരരാക്കുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഹമാരി മലയാളി എന്ന് പറയുന്ന പാഠാവലിയുണ്ട്. അപ്പൊ ആ പാഠാവലിയുടെ പേര് ഓർത്തിരിക്കുക, ഹമാരി മലയാളം. ഹമാരി മലയാളം എന്ന് പറയുന്ന ആ ഒരു പാഠാവലിയെ അടിസ്ഥാനമാക്കിയിട്ട് ഭാഷ, അതുപോലെ തന്നെ സംസ്കാരം, ആരോഗ്യം, ശുചിത്വം എന്നിവയിൽ എന്താണ് സാക്ഷരരാക്കുക എന്നതാണ് ചങ്ങാതി പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2018-ലാണ്. 2018-ലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പദ്ധതിയുടെ പേര് ചങ്ങാതി എന്നാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ചതും സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്നതുമായ പദ്ധതിയാണ് ചങ്ങാതി എന്ന പദ്ധതി. ഹമാരി മലയാളം എന്ന പാഠാവലിയെ അടിസ്ഥാനമാക്കി ഭാഷ, സംസ്കാരം, ആരോഗ്യം, ശുചിത്വം എന്നിവയിൽ സാക്ഷരരാക്കുകയാണ് ലക്ഷ്യം. ഈ ഒരു പദ്ധതി ആരംഭിച്ചത് 2018-ലാണ്.
അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പദ്ധതി എന്ന് പറയുന്നത് ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ കേരള പോലീസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കേരള പോലീസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പഠനം മുടങ്ങിയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ തുടർ പഠനത്തിന് വഴിയൊരുക്കുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. തുടർ പഠനത്തിന് വഴി ഒരുക്കുക ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? പഠനം മുടങ്ങിയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതി. 2019-20 വർഷം മുതൽ 2019-20 SSLC അതേപോലെ തന്നെ SSLC+2 പരീക്ഷകളിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളൊക്കെ നൽകിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളെയും ഉൾക്കൊള്ളിച്ച് പദ്ധതി എന്താണ് നടപ്പാക്കി വരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. കേരള പോലീസ് നേതൃത്വം നൽകുന്ന ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതിയാണ് പരിചയപ്പെട്ടത്. പഠനം മുടങ്ങിയവരെ കണ്ടെത്തുന്നു, തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതി. 2019-20 അധ്യയന വർഷം മുതൽ SSLC+2 പരീക്ഷകളിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളെയും ഉൾക്കൊള്ളിച്ച് പദ്ധതി എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന നേർവഴി എന്ന് പറയുന്ന പദ്ധതിയാണ്. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. അപ്പൊ നേർവഴി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് എക്സൈസ് വകുപ്പാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്? എക്സൈസ് വകുപ്പാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം വെക്കുന്നത്? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി എന്ന പദ്ധതി. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി എന്ന പദ്ധതി. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പദ്ധതിയുടെ പേര് സ്വയംപ്രഭ ഹോമുകൾ എന്നാണ്. ഇതിനു മുമ്പ് പല പരീക്ഷയിലും ചോദ്യമായി വന്നിട്ടുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് മുതിർന്ന പൗരന്മാർക്ക് പകൽ പരിചരണ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പുതിയ സംരംഭമാണ് സ്വയംപ്രഭ ഹോമുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ആരുടെ പദ്ധതിയാണെന്ന് വെച്ചാൽ സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്നത് എന്തുമായിട്ട് സഹകരിച്ചിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സുമായിട്ട് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ചാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെയുള്ള മുതിർന്ന പൗരന്മാർക്ക് പകൽ പരിചരണ സൗകര്യങ്ങൾ നൽകുന്ന ഒരു സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്വയംപ്രഭ ഹോമുകൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സ്വയംപ്രഭ ഹോമുകൾ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് മുതിർന്ന പൗരന്മാർക്ക് പകൽ പരിചരണ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പുതിയ സംരംഭമാണ് എന്ത്? സ്വയംപ്രഭ ഹോമുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ എന്താണ് ഈ പറയുന്ന ഹോമുകളിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇവരുടെ സമപ്രായക്കാരുമായിട്ട് എന്താണ് പരസ്പരം പരിചയം പുതുക്കാനും അതുപോലെ തന്നെ അവർക്കൊരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ കിട്ടാനുമൊക്കെ എന്താണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് രോഗങ്ങളോ അതുപോലെ തന്നെ ഇപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ഇവരെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ സ്വയംപ്രഭ ഹോമുകൾ എന്ന് പറയുന്നത്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് മുതിർന്ന പൗരന്മാർക്ക് പകൽ പരിചരണ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പുതിയ സംരംഭമാണ് സ്വയംപ്രഭ ഹോമുകൾ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഒറ്റപ്പെടലിൽ നിന്ന് ഇവരെ എന്ത് ചെയ്യുക, മുക്തരാക്കുക. അപ്പൊ ഈ ഒരു ഹോമിലേക്ക് ഇവർ വരുമ്പോൾ ഈ പകൽ സമയത്തൊക്കെ ചിലപ്പോൾ മക്കളൊക്കെ ജോലിക്കൊക്കെ പോയിരിക്കും, ഇവർ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവർക്ക് എന്താണ് ഒരു മാനസികമായ ഒരു സന്തോഷമൊക്കെ കൊടുക്കുക. അതൊക്കെ തന്നെയാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ സ്വയംപ്രഭ ഹോമുകൾ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുതിർന്ന പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതിയെ കുറിച്ചാണ്. കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതി കുടുംബശ്രീ ദേശീയ ഗ്രാമീണ ഉപജീവൻ മിഷൻ ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്
കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതി എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ട എന്താണ്? ഒന്ന് നമ്മളിവിടെ പരിചയപ്പെട്ട കുടുംബശ്രീ, അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, അതുപോലെ തന്നെ ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ എന്നിവരുടെ നേതൃത്വത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതി എന്ന് പറയുന്നത്. കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബശ്രീ ഉണ്ട്, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ ഉണ്ട്. ഇതിന്റെ സഹകരണത്തോടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു പദ്ധതി? കേരളത്തിലെ 50,000 കുട്ടികൾക്ക് അറിവിന്റെയും സർഗാത്മകതയുടെയും സംരംഭകത്വത്തിന്റെയും നൂതന പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനുള്ള മാനസിക അവസ്ഥ രൂപപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ ഗ്രാമപഞ്ചായത്തിലെയും 9ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുറഞ്ഞത് 50 കുട്ടികളെ കണ്ടെത്തി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മെന്ററിംഗ് സഹായം നൽകും എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതിയെ കുറിച്ചാണ്. അതിന്റെ ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. കേരളത്തിലെ 50,000 കുട്ടികൾക്ക് അറിവിന്റെയും സർഗാത്മകതയുടെയും സംരംഭകത്വത്തിന്റെയും നൂതന പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനുള്ള മാനസിക അവസ്ഥ രൂപപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ ഗ്രാമപഞ്ചായത്തിലെയും 9ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുറഞ്ഞത് 50 കുട്ടികളെ കണ്ടെത്തി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മെന്ററിംഗ് സഹായം നൽകും എന്നതാണ് കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് കുടുംബശ്രീ, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയായ കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതിയെ കുറിച്ചാണ്. കേരളത്തിലെ 50,000 കുട്ടികൾക്ക് അറിവിന്റെയും സർഗാത്മകതയുടെയും സംരംഭകത്വത്തിന്റെയും നൂതന പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനുള്ള മാനസിക അവസ്ഥ രൂപപ്പെടുത്തുക എന്നതാണ് കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ ഗ്രാമപഞ്ചായത്തിലെയും 9ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുറഞ്ഞത് 50 കുട്ടികളെ കണ്ടെത്തി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മെന്ററിംഗ് സഹായം നൽകും എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇപ്പൊ കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് പദ്ധതിയെ കുറിച്ചാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്പ്ലാഷ് എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്രതീക്ഷിത ജല അപകടങ്ങൾ അതിജീവിക്കാൻ ആവശ്യമായ കഴിവുകൾ സ്കൂൾ കുട്ടികളിൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്പ്ലാഷ് എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതി ആരംഭിച്ചത് 2019 2019 ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് ഇത് നടപ്പിലാക്കുന്നത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്രതീക്ഷിത ജല അപകടങ്ങൾ അതിജീവിക്കാൻ ആവശ്യമായ കഴിവുകൾ സ്കൂൾ കുട്ടികളിൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്പ്ലാഷ് എന്ന് പറയുന്ന പദ്ധതി. 2019 ആരംഭിച്ചത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്രതീക്ഷിത ജല അപകടങ്ങൾ അതിജീവിക്കാൻ ആവശ്യമായ കഴിവുകൾ സ്കൂൾ കുട്ടികളിൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്പ്ലാഷ് പദ്ധതി 2019 ആരംഭിച്ചു. നടപ്പിലാക്കുന്നത് കേരള സ്പോർട്സ് കൗൺസിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. നീന്തലൊക്കെ പഠിപ്പിക്കുക തുടങ്ങിയൊക്കെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ പരിചയപ്പെടുന്ന അടുത്തൊരു പദ്ധതി സുരക്ഷാ മിത്ര എന്ന് പറയുന്ന പദ്ധതിയാണ്. കേരളത്തിലെ പൊതുഗതാഗത വാഹനങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് GPS അധിഷ്ഠിത വാഹന ട്രാക്കിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം, ഇതാണ് എന്തെന്ന് പറയുന്നത് സുരക്ഷാ മിത്ര എന്ന് പറയുന്നത്. സീഡാക് ആണ് ഇത് വികസിപ്പിച്ചത്. ഈ പറയുന്ന മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് സീഡാക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഈ സുരക്ഷാ മിത്ര എന്ന് പറയുന്നത്? കേരളത്തിലെ പൊതുഗതാഗത വാഹനങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് എന്താണ് GPS അധിഷ്ഠിത വാഹന ട്രാക്കിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം ഇത് വികസിപ്പിച്ചത് സീഡാക് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് സുരക്ഷാ മിത്ര എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. കേരളത്തിലെ പൊതുഗതാഗത വാഹനങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി GPS അധിഷ്ഠിത വാഹന ട്രാക്കിംഗ് മോണിറ്ററിംഗ് സിസ്റ്റമാണ് എന്ത് സുരക്ഷാ മിത്ര എന്ന് പറയുന്നത്. സീഡാക് ആണ് ഇത് വികസിപ്പിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്ന പദ്ധതിയുടെ പേര് DDAD എന്നാണ് പദ്ധതിയുടെ പേര്. DDAD എന്നാണ് പദ്ധതിയുടെ പേര്. കുട്ടികളിൽ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനും കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് DDAD എന്ന് പറയുന്നത്. ഇത് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. കുട്ടികളിൽ ഡിജിറ്റൽ ആസക്തി മാറ്റാൻ
കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും അതുപോലെ സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കേരള പോലീസ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് DDAD എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ കേരള പോലീസിന്റെ പദ്ധതിയാണ് DDAD എന്ന് പറയുന്ന പദ്ധതി. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റുക, അതേപോലെ സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുക. ഇതാണ് DDAD എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കുട്ടികളിൽ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനും കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് DDAD എന്ന് പറയുന്ന പദ്ധതി. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓപ്പറേഷൻ ആഗ് എന്ന് പറഞ്ഞാൽ ഗുണ്ടകളെ പിടികൂടാനുള്ള സംസ്ഥാന പോലീസിന്റെ പരിശോധനയാണ്. അപ്പൊ ഇവിടെ ഗുണ്ടകളെ പിടികൂടാനുള്ള സംസ്ഥാന പോലീസിന്റെ പരിശോധനയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഗുണ്ടകളെ പിടികൂടാൻ നമ്മുടെ സ്റ്റേറ്റ് പോലീസിന്റെ പരിശോധനയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്നത് ഗുണ്ടകളെ പിടികൂടാനുള്ള സംസ്ഥാന പോലീസിന്റെ പരിശോധന. ആഗ് എന്നതിന്റെ പൂർണ്ണരൂപം ആക്ഷൻ അഗെയിൻസ്റ്റ് ഗൂൺസ് എന്നാണ്. ആഗ് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ആക്ഷൻ അഗെയിൻസ്റ്റ് ഗൂൺസ് എന്നാണ് ആഗ് എന്നതിന്റെ പൂർണ്ണരൂപം. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ട ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ കേരള പോലീസുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഗുണ്ടകളെ പിടികൂടാനുള്ള സംസ്ഥാന പോലീസിന്റെ പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. ആക്ഷൻ അഗെയിൻസ്റ്റ് ഗൂൺസ് എന്നാണ് ആഗ് എന്നതിന്റെ പൂർണ്ണ രൂപം. അടുത്ത ഒരു പദ്ധതി നമ്മളിവിടെ പരിചയപ്പെടുന്നത് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. കേരള പോലീസുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്താണ്? ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായിട്ടുള്ള കേരള പോലീസിന്റെ പരിശോധനയാണ്. ലഹരി മരുന്ന് ഇതിന്റെ ഉപയോഗം, ലഹരി മരുന്നിന്റെ ഉപയോഗം, അതേപോലെ തന്നെ വിൽപ്പന, ഇത് രണ്ടും തടയുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസിന്റെ ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പദ്ധതി ഓപ്പറേഷൻ പാം ട്രീ എന്ന് പറയുന്ന പദ്ധതിയാണ്. സംസ്ഥാനത്ത് ആക്രി വ്യാപാര സ്ഥാപനങ്ങളിൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. അപ്പൊ ഇവിടെ GST വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഓപ്പറേഷൻ പാം ട്രീ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ആക്രി വ്യാപാര സ്ഥാപനങ്ങളിൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ പാം ട്രീ? നമ്മുടെ സംസ്ഥാനത്ത് ആക്രി വ്യാപാര സ്ഥാപനങ്ങളിൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പദ്ധതിയുടെ പേര് ജീവാനന്ദം എന്നതാണ് പദ്ധതിയുടെ പേര്. ജീവാനന്ദം എന്നാണ് പദ്ധതിയുടെ പേര്. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ അന്വിറ്റി പദ്ധതിയാണ് ഈ പറയുന്ന ജീവാനന്ദം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജീവാനന്ദം എന്ന് പറയുന്നത്? അത് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ ആന്വിറ്റി പദ്ധതിയാണെന്ന കാര്യം ഓർക്കുക. ആന്വിറ്റി പദ്ധതിയാണ് ഇത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ജീവാനന്ദം എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്താണ് ജീവാനന്ദം? സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ ആന്വിറ്റി പദ്ധതിയാണ് ജീവാനന്ദം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പദ്ധതി നമ്മൾ പരിചയപ്പെടുന്ന ബാലകേരളം എന്ന് പറയുന്ന പദ്ധതിയാണ്. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ്. അപ്പൊ ഇത് സാംസ്കാരിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ബാലകേരളം എന്ന് പറയുന്ന പദ്ധതി. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ കുട്ടികളിൽ ശാസ്ത്രബോധം, അതേപോലെ തന്നെ യുക്തിബോധം,
ഇതൊക്കെ വളർത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ബാലകേരളം പദ്ധതി കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം പദ്ധതി. അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്നതാണ്. ഓപ്പറേഷൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ ഒറ്റ പേരിൽ അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്നത്. ഭക്ഷ്യ സുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ ഒറ്റ പേരിൽ അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ ലൈഫ് എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ് ഓപ്പറേഷൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ ഒറ്റ പേരിൽ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈഫ് എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓപ്പറേഷൻ ലൈഫ് എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 20 പദ്ധതികൾ ഈ അടുത്തൊക്കെ ആയിട്ടുള്ള 20 പദ്ധതികളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഒന്നാമത്തെ ഭാഗത്ത്. അപ്പൊ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിലൂടെ ആയിട്ട് മറ്റു പദ്ധതികൾ നമ്മളിങ്ങനെ പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളും അതിനോടൊപ്പം തന്നെ നമ്മളൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ പദ്ധതികളാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അപ്പൊ ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്.